2026 വിഷു വർഷഫലം. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു എന്ന് പറയുന്ന വർഷം. നല്ലൊരു ബിസിനസ് വളർച്ചയ്ക്ക് പറ്റിയ സമയം തന്നെയാണ്. ബിസിനസ് തുടങ്ങാനോ തുടങ്ങി വെച്ച ബിസിനസ് കുറച്ചുകൂടി പണം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്നൊരു വർഷമാണ്. കൂട്ട് ബിസിനസ് കഴിയുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഏപ്രിൽ മുതൽ ഈ വിഷു കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു സമയം, ഏപ്രിൽ കാലം മുതൽ വർഷപകുതി വരെ പല അവസരങ്ങളും കർമ്മരംഗത്ത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് മൂലം നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങളും പുതിയ പുതിയ നേട്ടങ്ങളും ഒക്കെ വന്നു ഭവിക്കുന്നതാണ്, നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ്. പക്ഷെ അത് കണ്ടെത്തി വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ തൊഴിലിൽ മേലധികാരികളുടെയൊക്കെ പ്രീതി ലഭിക്കുകയും മേലധികാരികളുടെ ഒരു കോംപ്ലിമെൻ്റ്, ഒരു അപ്രീസിയേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വർഷമധ്യത്തോടു കൂടി തൊഴിലിൽ നിന്ന് ലാഭം നല്ല രീതിയിൽ ഉണ്ടാകാം. കുടുംബത്തിലെ ചെലവുകൾ വർദ്ധിക്കുന്നത് മൂലം സാമ്പത്തിക ബാധ്യത വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പണം ചെലവഴിക്കുന്നത് കൊണ്ട് കയ്യിൽ അവസാനം സീറോ ആവുന്നൊരു സാഹചര്യവും കൂടെ വന്നു ഭവിക്കുന്നുണ്ട്. വ്യാപാര വ്യവസായത്തിൽ വർഷാവസാനം പല നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്വന്തം വ്യാപാര വ്യവസായ ശാലകൾ നടത്തുന്നവർക്ക് അവിടെ തർക്കങ്ങളും അതുപോലെ തന്നെ കലഹങ്ങളും തൊഴിൽ തർക്കങ്ങളും തൊഴിൽ ഇതുമൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. പല തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും നവംബർ മാസത്തോടു കൂടി നിങ്ങൾക്ക് അതൊക്കെ മാറ്റാനും അതിനെയൊക്കെ പൂർണ്ണമായിട്ട് വ്യതിചലിപ്പിക്കാനും ഒക്കെ കഴിയുന്നതാണ്. 2027 വിഷുവോടുകൂടി 2026 വിഷുഫലം അനുസരിച്ച് 2027 നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലെ സ്ഥാനക്കയറ്റവും തൊഴിൽ രംഗത്തെ മാറ്റങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതാണ്. പുതിയ ചെറുകിട സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാനായിട്ട് നല്ല സമയമാണ്. തുലാക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വയ്ക്കുകയും അതിൽ നിന്ന് നല്ല ആദായവും ഉണ്ടാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ള വിവാഹം പ്രായമായിട്ടുള്ളവർക്ക് വിവാഹം നടക്കാൻ ഗോചരവശാൽ സാധ്യതകൾ കാണുന്നുണ്ട്. പഴയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കൈവരുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു എന്ന് പറയുന്നത്. ആരോഗ്യകാര്യത്തിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശാന്തിയും സമാധാനവും ഒക്കെ കൈവരിക്കാൻ കഴിയും. പൊതുവിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും ഗുണാധിക്യം കൂടിയിരിക്കുന്നതിനുമായിട്ട് ഈശ്വര ആരാധനകൾ സ്വായത്തമാക്കുക, ഈശ്വര പ്രാർത്ഥനകൾ സ്വായത്തമാക്കുക. ക്ഷേത്ര ദർശനം സാധ്യമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം രാവിലെയോ വൈകുന്നേരമോ നടത്തുക. ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ വീട്ടിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ഷോഡശ മന്ത്രങ്ങൾ ഏതെങ്കിലും നിത്യവും 1008 ജപിക്കുന്നതും അതുപോലെ തന്നെ നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജപിക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. കൂടാതെ നിങ്ങൾ ദേവീ മഹാത്മ്യം നിരന്തരം പാരായണം ചെയ്യുന്നവരാണെങ്കിൽ വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ അത് പഠിച്ചെടുത്ത് പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിന് വളരെ ഉത്തമമായിരിക്കും.